അധ്യാപകർ പ്രതിയായ ലഹരി കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. സംഭവത്തിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും ലഹരി വിൽപ്പനയുടെ ഉറവിടം പരിശോധിക്കുമെന്നും റൂറൽ SP പറയുന്നു. വിവരങ്ങളുമായി മേഘ കൂടി ചേരുന്നു. മേഘ, ഈ ലഹരി വിൽപ്പന ഈ കേസിൽ അന്വേഷണത്തിന്റെ വ്യാപ്തി വിപുലീകരിക്കാനുള്ള തീരുമാനത്തിലാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് അടക്കമുണ്ടാകുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? MDMA വിൽപ്പനയിലൂടെ പണമിടപാട് നടത്തിയ കേസിലാണ് 2 അധ്യാപികമാർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത്. അതിനു മുൻപെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ രൂപീകരിച്ചിരിക്കുന്നത്. അതായത് കൂടുതൽ ആളുകൾക്ക് ഇതുമായി ബന്ധമുണ്ടോ, അതിനൊപ്പം തന്നെ ഈ പണമിടപാട് മാത്രമാണോ ഈ അധ്യാപികമാർ ചെയ്തത്, മറ്റ് MDMA വിൽപ്പന നടത്തുന്ന ആളുമായി നേരിട്ട് ബന്ധമുണ്ടോ എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ പുതിയ അന്വേഷണ സംഘം, അതായത് പുതിയ രൂപീകരിച്ച അന്വേഷണ സംഘം പരിശോധിക്കും. അതിന് പിന്നാലെ മറ്റ് അധ്യാപകർക്ക്, ഇവരുമായി ബന്ധമുള്ള മറ്റ് ആളുകൾക്ക് ഈ കേസിൽ പങ്കുണ്ടോ, വിദ്യാർത്ഥികളെ ഉൾപ്പെടെ വലയിലാക്കാനുള്ള ശ്രമം ഇവർ നടത്തിയിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ വിശദമായി നിലവിൽ പോലീസ് പരിശോധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് തന്നെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത് എന്നതാണ് റൂറൽ SP മെറിൻ ജോസഫ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ പ്രതികളെ പിടിയിലായിരിക്കുന്ന അധ്യാപികമാരായ കീർത്തനയെയും കാവ്യയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്നതാണ് അന്വേഷണ സംഘം ഇനി ഉദ്ദേശിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാളെ ഒരുപക്ഷെ കസ്റ്റഡി അപേക്ഷ നൽകിയേക്കും. 2 അധ്യാപികമാരെയും നേരത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഏതായാലും 10 വർഷത്തോളമായി വിവിധ സ്കൂളുകളിൽ കുട്ടികൾക്ക് പരിശീലനം നൽകിയിരുന്നു. അതേപോലെ അതിന്റെ മറവിലാണ് ഇത്തരത്തിൽ അതിന് പിന്നാലെയാണ് പണമിടപാട് നടത്തിയത്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ വിദ്യാർത്ഥികളെ ഉൾപ്പെടെ കെണിയിലാക്കാനുള്ള ഒരു ശ്രമം ഇവർ നടത്തിയോ എന്ന കാര്യം കൂടിയാണ് നിലവിൽ പോലീസ് പരിശോധിക്കുന്നത്. ശരി, മേഘ മാധവനാണ് വിവരങ്ങളുമായി ചേർന്നത്.